നമസ്കാരം. നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ പോലെ ഹിപ്പോക്രാറ്റുകൾ വേറെയുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്. അവർ ആകാശത്തിന് കീഴെയുള്ള സകല വിഷയങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയും, വികാരഭരിതരായി പൊട്ടിത്തെറിക്കും. എന്നാൽ അവരുടെ ജീവിതത്തിലോ അവരുടെ സ്ഥാപനങ്ങളിലോ ഈ പറയുന്ന മൂല്യങ്ങളൊന്നും അവർ നടപ്പിലാക്കില്ല. മിക്ക മാധ്യമ സ്ഥാപനങ്ങളിലും വലിയ ചൂഷണമാണ്. മാധ്യമ മാനേജ്മെന്റുകളും മുതിർന്ന മാധ്യമ പ്രവർത്തകരും പലപ്പോഴും താഴെ തട്ടിലുള്ളവരെ അടിമകളെ പോലെ കരുതുന്നു. സകലതിന് മേൽ നിയന്ത്രണമുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയക്കാരെയും വിരൽത്തുമ്പിൽ നിയന്ത്രിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ ജീവിതാവസ്ഥ അതിദയനീയമാണ്. മിക്കവരുടെയും ശമ്പളം പരിതാപകരമാണ്. ഉള്ള ശമ്പളം പോലും പലർക്കും കിട്ടാറില്ല. അവർക്കൊരു മൗലികാവകാശങ്ങളുമില്ല. ഏറ്റവും സങ്കടകരമായ കാര്യം, കള്ളവാറ്റ് കേസിലെ പ്രതികൾക്ക് മുതൽ കുട്ടികളെ പീഡിപ്പിച്ചവരും കൊലപാതകികളും വരെ ചാനലുകളിൽ വന്ന് അവരുടെ ഭാഗം പറയുമ്പോൾ ഈ മാധ്യമപ്രവർത്തകരുടെ ഭാഗം പറയാൻ ആരുമില്ല. അവരുടെ ദയനീയ സ്ഥിതി, അവരുടെ ദീനരോധനം കേൾക്കാൻ ആരുമില്ല. അവർ എന്തു ചെയ്താലും പറഞ്ഞാലും ആരും അറിയില്ല. കാരണം മാധ്യമങ്ങൾ പരസ്പര സഹകരണ സംഘം പോലെ പ്രവർത്തിക്കുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ഗീർവാണമടിക്കുന്ന, പൊട്ടിത്തെറിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ കഥ പറയാനാണ്. ആ സ്ഥാപനത്തിന്റെ പേര് മാധ്യമം ദിനപത്രം എന്നാണ്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐഡിയൽ പബ്ലിക്കേഷൻ ഇറക്കുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന ഇസ്ലാമിക രാഷ്ട്രീയം സ്ഥാപിക്കാൻ തുടങ്ങിവെച്ച പ്രസ്ഥാനത്തിന്റെ മുഖപത്രമാണ് മാധ്യമ ദിനപത്രം. ആദ്യം വേജ് ബോർഡ് നടപ്പിലാക്കി മാധ്യമ പ്രവർത്തകരെ ചേർത്ത് പിടിച്ച സ്ഥാപനം എന്നൊക്കെ അവർ അവകാശപ്പെടാറുണ്ട്. മാധ്യമ ദിനപത്രത്തിന് കോഴിക്കോട് ഓഫീസിന് മുമ്പിൽ രാവിലെയും പകലുമൊക്കെ ചെന്നാൽ ജീവനക്കാർ സത്യാഗ്രഹം ഇരിക്കുന്നത് കാണാം. അവർക്ക് ശമ്പളം കിട്ടിയിട്ട് 4-5 മാസമായി. അവർക്ക് ശമ്പള വർധനവൊന്നും വേണ്ട. ഉള്ള ശമ്പളം കൊടുത്തിട്ട്, ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് 4-5 മാസമായി. മാനേജ്മെന്റിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ചു പേർക്ക് മാത്രമേ ശമ്പളം കൊടുക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും വെറുതെ പോയി പണിയെടുത്ത് 2 മുദ്രാവാക്യം വിളിച്ചിട്ട് തിരിച്ചു പോരും. കേരള പത്രപ്രവർത്തക യൂണിയനും മാധ്യമം ജേർണലിസ്റ്റ് യൂണിയനും മാധ്യമം നോൺ ജേർണലിസ്റ്റ് യൂണിയനും ഒക്കെ സമരരംഗത്തുണ്ട്. അവർ സത്യാഗ്രഹം ഇരിക്കുന്നു, മാനേജ്മെന്റിന്റെ മുമ്പിലേക്ക് മാർച്ച് നടത്തുന്നു. പക്ഷെ ഒരു പത്രത്തിലും ഒരു ചാനലിലും വാർത്ത വരുന്നില്ല. മാധ്യമത്തിൽ പോലും ആ വാർത്ത വരുന്നില്ല. അവരിങ്ങനെ വെള്ളം കോരിയും വിറക് വെട്ടിയും ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം നടത്തുന്നു. ഞങ്ങൾ പട്ടിണിയിലാണ്, ഞങ്ങൾക്ക് ശമ്പളം തരൂ എന്നതാണ് അവരുടെ മുദ്രാവാക്യം. പക്ഷെ മാധ്യമ മാനേജ്മെന്റ് പറയുന്നു, ഞങ്ങൾ നഷ്ടത്തിലാണ്, നിങ്ങൾക്ക് ശമ്പളം തരാൻ മനസ്സില്ലെന്ന്. അവരെ പിന്തുണയ്ക്കാൻ CAT-കാരില്ല. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പൊട്ടിത്തെറിക്കുന്ന CPM-ഓ മുഖ്യമന്ത്രിയോ സർക്കാരോ ഒരു നടപടിയും മാധ്യമം മാനേജ്മെന്റിനെതിരെ എടുക്കുന്നില്ല. ലേബർ ഓഫീസർ ഇടയ്ക്കിടയ്ക്ക് യോഗം വിളിച്ച് ചർച്ച നടത്തുന്നു എന്നല്ലാതെ ശമ്പളം കൊടുക്കൂ എന്ന് നിർദ്ദേശിക്കാനോ അല്ലെങ്കിൽ നടപടിയെടുക്കാനോ ധൈര്യമില്ല. പത്രം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ജീവനക്കാരുടെ കുടുംബം പട്ടിണിയിലും. അവരുടെ ദീനരോധനം ആരും കേൾക്കുന്നില്ല. മുദ്രാവാക്യം വിളികളോടെ അവർ മുമ്പോട്ട് പോകുന്ന കാഴ്ചകൾ ആദ്യം കാണുക. ഫാഷിസം തുലയട്ടെ. ഞങ്ങളുടെ ഉയരും ചോരയും ഊറ്റി കെട്ടിപ്പൊക്കിയ മണിമാളികയിൽ എളിഞ്ഞിരിക്കും ഭരണക്കാരെ വർഷമേറെ ആയില്ലേ. നിങ്ങൾ ഉയർത്തിയ വാഗ്ദാനങ്ങൾ പെരുമ്പറ കൊട്ടിയ വായ്ത്താരികൾ മണ്ണടിഞ്ഞോ ഭരണക്കാരെ ശബ്ദമുയർത്തി ചോദിച്ചപ്പോൾ ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം സാറന്മാരെ പൊള്ളിച്ചപ്പോൾ കൂടുപൊട്ടിയ കടന്നൽ കൂട്ടം സോഷ്യൽ മീഡിയയിൽ ഓരിയിടുമ്പോൾ ഇനിയും പറയും ഉറച്ചു പറയും. പത്രപ്രവർത്തക യൂണിയൻ നേതാവ് സുരേഷ് ഇടപ്പാൾ മാധ്യമ സ്ഥാപനത്തിന് മുമ്പിൽ നിന്ന് പ്രതിഷേധ പ്രസംഗം നടത്തി. കുടിശ്ശിക എപ്പോൾ തരാൻ കഴിയുമെന്ന് നിങ്ങൾ പറയുക, അത് ഘട്ടം ഘട്ടമായി തരിക. ഇത്രമാത്രം എങ്ങനെ നമ്മൾ ഇതിനപ്പുറം നമ്മൾ എന്തു പറയും? വളരെ ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങൾ തീർത്ത് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള മാനേജ്മെന്റ് ആണെങ്കിൽ അവർക്ക് ലഭിച്ച ഒരു സുവർണ അവസരമായിരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം. കൂടുതൽ
മോശമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് ആളുകളെ പറഞ്ഞയക്കുക എന്നുള്ളതാണ്. വല്ല വിധേനയും ഇവൻ പുറത്തു പോകും, അല്ലെങ്കിൽ ഒരു പാക്കേജിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ നമ്മൾ സമ്മതിക്കില്ലെന്നല്ല, മുന്നോട്ട് വയ്ക്കാലോ. അത്തരത്തിലുള്ള ഒരു നീക്കവുമില്ല. 5-6 മാസമായി ശമ്പളം കിട്ടാതെ എങ്ങനെ ജീവിക്കും നമ്മൾ? 1 മാസം ശമ്പളം കിട്ടാതെ ജീവിക്കാൻ കഴിയും. അത്രമാത്രം ജീവിത പ്രതിസന്ധി. ഇതിന്റെ മുതലാളിമാരൊക്കെ തന്നെ, ഇതിന്റെ ഉടമകളൊക്കെ തന്നെ സുന്ദരമായി ഈവന്റുകളൊക്കെ സംഘടിപ്പിച്ച് അടിച്ചു പൊളിക്കുന്നുണ്ടല്ലോ. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും വിദേശത്തുമൊക്കെ തന്നെ എല്ലാ സൗകര്യങ്ങളും വെച്ച് ഈവന്റുകൾ നടത്തി ഈ കമ്പനിക്ക് വരുമാനം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ് ഈവന്റുകൾ സംഘടിപ്പിച്ച് രസിക്കുന്നുണ്ടല്ലോ. ഈ സ്ഥാപനത്തിലെ 300-ൽ പരം വരുന്ന തൊഴിലാളികൾക്കല്ലേ പ്രയാസം? അവർക്കല്ലേ ശമ്പളം കിട്ടാത്തത്? അവരുടെ പ്രതിമാസ വരുമാനമല്ലേ നിലയ്ക്കുന്നത്? അവരല്ലേ പട്ടികയിലാവുന്നത്? അവർക്കല്ലേ നാണക്കേട് സമൂഹത്തിൽ. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? മാധ്യമ മാനേജ്മെന്റ് ഗവനിക്കുന്നേയില്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ മുൻ അമീറാണെന്ന് ഓർക്കണം ഇതിന്റെ ചെയർമാൻ. വേണമെങ്കിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ പോവുക. ഇതാണ് ഇവരുടെ നിലപാട്. ഇപ്പോൾ മാനേജ്മെന്റ് പറയുന്നത് സകലരും രാജി തരിക, വേണ്ടപ്പെട്ടവരെ ഞങ്ങൾ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമിക്കുമെന്നാണ്. മാനേജറിന് മുമ്പിൽ പ്രതിഷേധിക്കാനല്ലാതെ അവകാശം പിടിച്ചു മേടിക്കാൻ ആരും അവരെ സഹായിക്കുന്നില്ല. മനുഷ്യാവകാശ കമ്മീഷനൊക്കെ കേസെടുത്തെങ്കിലും മാനേജ്മെന്റിന് ഒരു കൂസലുമില്ല. നോട്ടീസ് അയച്ചു, അവർ മറുപടി പറയുന്നു, തീർന്നു. സമരക്കാർ രാവിലെ മുതൽ മുദ്രാവാക്യം വിളിച്ചിരുന്ന വീട്ടിൽ പോകുന്നു, തീർന്നു. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ആരുമില്ല അവരുടെ കണ്ണീര് കാണാൻ. മീഡിയ വൺ ചാനലിലിരുന്ന് അന്തിച്ചർച്ച നടത്തി മറുനാടൻ ഷാജിനെയും ശ്രീജിത്ത് പണിക്കരെയും അഖിൽ മാരാരെയും ഒക്കെ പഞ്ഞിക്കിട്ട് ആനന്ദിക്കുന്ന ആ മഹാന്മാർക്ക് പോലും ഇവരുടെ വേദനയെക്കുറിച്ച് പറയാൻ ഭയമാണ്. ഇവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഭയമാണ്. മനുഷ്യർ പണിയെടുക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. അവർക്ക് ശമ്പളം കൊടുത്താലേ കുടുംബം നടത്താൻ കഴിയൂ. ഈ അടിസ്ഥാന മര്യാദ പോലും ഇല്ലാത്തവർ നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഈ നീതികേടിനെതിരെ, തട്ടിപ്പിനെതിരെ ശബ്ദമുയർത്താൻ ഒരുത്തനും ധൈര്യമില്ല. ഒരു മാധ്യമത്തിനും ധൈര്യമില്ല. പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ ആരുമില്ല. അവിടെ പാവങ്ങൾ സമരം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ആരറിയാൻ? ഇതാണ് ജമാഅത്ത് ഇസ്ലാമി, ഇതാണ് മാധ്യമം, ഇതാണ് ഇവരുടെ ഗീർവാണം എന്ന് പറയാൻ ഒരുത്തനും നാട്ടിലില്ല എന്നത് എത്ര ഖേദകരമാണ്.